നമ്മുടെ വ്ലോഗിൽ ഓണം സ്പെഷ്യലായിട്ട് ബൗണ്ടി പായസമാണ്. ഇതൊന്നും ലെവൽ വേറെയാണ് കേട്ടോ. വളരെ സിമ്പിളുമാണ്. അതിന് വേണ്ടിയിട്ട് 1.25 കപ്പ് പാൽ ചൂടാക്കിയെടുക്കുക. തിളച്ച് വരുമ്പോൾ 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് 2 മിനിറ്റ് നന്നായി ചൂടാക്കിയെടുക്കുക. ഇനി 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം ചൂടായ പാലിൽ നിന്നും ഒരു ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റുക. ശേഷം അതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് 25 ഗ്രാം കോക്കനട്ട് പൗഡറാണ്. ഇതിൻ്റെ ഫ്ലേവറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ കിടിലനായി കിട്ടും നമ്മുടെ പായസം. നന്നായി മിക്സ് ചെയ്ത ഈ ബാറ്റർ വീണ്ടും തിളച്ച് വരുന്ന പാലിലേക്ക് തന്നെ ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മിനിറ്റിന് ശേഷം 1/2 കപ്പിൻ്റെ 1/4 ഭാഗം ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഷുഗർ മെൽറ്റായ ശേഷം 1/4 കപ്പിൻ്റെ പകുതി മിൽക്ക് മെയ്ഡ്, അതായത് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ശേഷം 4 പീസാക്കിയ ബൗണ്ടി പീസ് അതിലേക്ക് ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതിലും ചെറിയ പീസാക്കി എടുക്കാം. ബൗണ്ടി മെൽറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ പായസം ഇവിടെ റെഡിയായി. പായസം വറുക്കുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക. ഇത് ഹോം മെയ്ഡ് നെയ്യാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വറുത്തെടുത്ത് നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്യാം. പത്ത് മിനിറ്റ് കൊണ്ട് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ബൗണ്ടി പായസം ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും രേണാസ് വ്ലോഗിൻ്റെ ഓണാശംസകൾ.